ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദാവീദ് സാവൂള് രാജാവിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ പിതാവിൻ്റെ സ്ഥലത്തേക്ക് ബെത്ലഹേമിലേക്ക് പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ പോവുക പതിവായിരുന്നു. അങ്ങനെ ആട് മേയിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പിതാവ് ദാവീദിനോട് പറയുന്നു, യുദ്ധനിരയിലായിരിക്കുന്ന തൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണങ്ങൾ കൊണ്ടേ കൊടുക്കണം. ദാവീദ് ആടുകളെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി സഹോദരന്മാരുടെ അടുത്ത് ചെയ്യുന്നു. അവിടെ ഫിലിസ്ത്യരുടെ വലിയ യുദ്ധവീരനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത് കേട്ടു. നിങ്ങളിൽ ഇസ്രായേലിൽ ആരെങ്കിലും വന്ന് എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അടിമകളായിരിക്കും. ഞാൻ നിങ്ങളെ തോൽപ്പിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ അടിമകളായിരിക്കും. മല്ലനായ ഗോലിയാത്തിനോട് എതിരിടുവാൻ ഇസ്രായേൽ രാജാവായ സാവൂളിന് സാധിച്ചില്ല. ഭയന്നിരിക്കുമ്പോൾ അട്ടിടെ ചെറുക്കനായ ദാവീദ് വന്നിട്ട് പറയുന്നു, ഞാൻ യുദ്ധം ചെയ്യാം. സാവൂള് രാജാവിനെ പടക്കോപ്പുകളെല്ലാം ഊരി ദാവീദിന് കൊടുത്തു. ദാവീദിന് അത് ഇട്ടുകൊണ്ട് നിന്ന് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. അവനിതിട്ട് പരിചയമില്ല. അവനിത് താങ്ങാനും സാധ്യമല്ല. അവൻ അതെല്ലാം ഊരി താഴെ വെച്ചു. എന്നിട്ട് അവൻ്റെ കയ്യിൽ ആട്ടിടയന്മാർക്കുണ്ടായിരിക്കുന്ന ഒരു വളഞ്ഞ വടിയുണ്ട്. ആ വടി കൊണ്ട് തോട്ടിൽ നിന്ന് 5 മിനുസമുള്ള കല്ലുകളെടുത്ത് അവനെ സഞ്ചിയിലിട്ടു. എന്നിട്ട് അവൻ ഗോലിയാത്തിനെതിരെ യുദ്ധത്തിന് പോകുകയാണ്. ഗോലിയാത്ത് യുദ്ധത്തിനായി നിരന്നു. ദാവീദ് ഓടി ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ചെന്ന് തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കവിണയും കല്ലുമെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോയി. പ്രിയ സഹോദരങ്ങളെ, ചില സ്ഥലത്ത് കവിണി എന്നും കവിണ എന്നും കാണുന്നുണ്ട്. നമ്മൾ POC ബൈബിൾ കാണുന്നത് കവിണ എന്നാണ്. അവൻ കവിണയിൽ ഒരു കല്ലെടുത്ത് ഗോലിയാത്തിനെ നെറ്റി നോക്കി ആഞ്ഞെറിഞ്ഞു. ഗോലിയാത്ത് മുഖം കുത്തി നിലത്ത് വീണു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ അരയിലുണ്ടായിരുന്ന വാളൂരി അവന് കഴുത്ത് വെട്ടി. അവൻ ഇസ്രായേലിൽ സാവൂള് രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദ് 5 കല്ലെടുത്തു. ഈ 5 കല്ലിന് ഞാനൊരു ആത്മീയമായ ചില പേരുകൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുക. 1, ദൈവത്തിലുള്ള വിശ്വാസം. 2, ദൈവത്തിലുള്ള പ്രത്യാശ. 3, ദൈവത്തോടും രാജ്യത്തോടുമുള്ള സ്നേഹം. 4, പ്രാർത്ഥന. 5, ഉപവാസം. ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുക, ദൈവത്തോട് കൂടെയായിരിക്കുക എന്നുള്ളതാണ്. അവൻ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഫിലിസ്ത്യർക്കെതിരെ യുദ്ധത്തിനെ ഇറങ്ങിത്തിരിച്ചു. അവൻ പറയുന്നുണ്ട്, ഇത് കർത്താവിൻ്റെ യുദ്ധമാണ്. അവൻ അത്രയേറെ പ്രത്യാശയുള്ളവനാണ്. മറ്റൊന്നവൻ പറയുന്നത്, ഞാൻ യുദ്ധത്തിന് വരുന്നത് ഇസ്രായേലിലൂടെ സൈന്യങ്ങളുടെ കർത്താവായ, അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആ യുദ്ധത്തിൽ ഇസ്രായേലിയർ ജയിച്ചു. ദാവീദ് ഇടപെടുന്ന യുദ്ധത്തിലെല്ലാം ദാവീദ് ജയിക്കുന്നുണ്ട്. തന്നെയുമല്ല, ദാവീദിന് സാമുവേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകം ലഭിച്ചവനാണ്. രാജാവാകാനുള്ള അഭിഷേകം ലഭിച്ചവനാണ്. രാജാവിൻ്റെ പ്രത്യേകതകൾ, രാജാവ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ: 1, ജനത്തിനെ ഭരിക്കണം, ജനത്തെ സംരക്ഷിക്കണം. 2, ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിക്കണം. ഇവിടെ ഫിലിസ്ത്യരായിരിക്കുന്നവരെ, ഇസ്രായേലിൻ്റെ ശത്രുക്കളെ രാജാവാകുന്നതിന് മുമ്പ് തന്നെ, അഭിഷേകം കിട്ടിയപ്പോൾ തന്നെ യുദ്ധം തുടങ്ങി. അവിടെയെല്ലാം ദാവീദ് വിജയിക്കുന്ന കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ.
കരങ്ങളും ദൈവസ്ഥാനത്തിലേക്ക് വരട്ടെ, ഹൃദയം വരട്ടെ. ദാവീദിനെ അഭിഷേകം ചെയ്തതുപോലെ ദൈവമേ നീ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ദാവീദ് തൻ്റെ രാജ്യത്തോട് സ്നേഹമുള്ളവനായിരുന്നു. ദാവീദിന് ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഉണ്ടായിരുന്നു. അവന് ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുപോലെ തന്നെ ഉപവസിക്കുന്നവനായിരുന്നു, ദൈവത്തോട് കൂടെയായിരിക്കുന്നവനായിരുന്നു. ദൈവം ഇതെല്ലാം ഞങ്ങളിൽ വളർച്ച പ്രാപിക്കുവാൻ, വിശ്വാസം വർദ്ധിക്കുവാൻ, പ്രത്യാശ വർദ്ധിക്കുവാൻ, സ്നേഹം കൊണ്ട് നിറയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് കൂടെയായിരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉണർത്തണമേ. ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം വിജയം വരിക്കുവാൻ, ഞങ്ങളുടെ സമൂഹം വിജയം വരിക്കുവാൻ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വിജയം വരിക്കുവാൻ തക്കവിധം നാഥ നീ ഇടപെടണമേ. അനുഗ്രഹിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.